ചരിത്രം തുടിക്കുന്ന തൃശൂർ ടൗൺ ഹാൾ പുതുപ്രൗഢിയിൽ. നഗരഹൃദയത്തിലെ പ്രധാന സമ്മേളന വേദികളിലൊന്നായ ടൗൺ ഹാളിന്റെ നവീകരണം പൂർത്തിയാക്കി തുറന്നു നൽകിയിരിക്കുകയാണ്. നാഥനില്ലാതെ ജീർണാവസ്ഥയിലായിരുന്ന ഈ കെട്ടിടം എല്ലാ പ്രൗഢിയോടും കൂടി തിരിച്ചു കിട്ടിയ ആഹ്ലാദത്തിലാണ് തൃശൂർക്കാർ. 86 വർഷത്തെ രാജചരിത്രമാണ് ടൗൺ ഹാളിൻ്റേത്. രാജഭരണകാലത്ത് ഭരണസിരാകേന്ദ്രമായിരുന്ന ചെമ്പുകാവിൽ സ്ഥാപിച്ച ടൗൺ ഹാളിന്റെ 86 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു പഴമ നിലനിർത്തിയുള്ള അടിമുടി നവീകരണം. 3 കോടി രൂപ ചിലവഴിച്ച് ആധുനിക സൗകര്യങ്ങളോടെയാണ് ടൗൺ ഹാൾ നവീകരിച്ചത്. കൊളോണിയൽ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടത്തിന്റെ തറ, ചുമരുകൾ എന്നിവയിലെ കേടുപാടുകളെല്ലാം പരിഹരിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം ചോർച്ച പരിഹരിച്ച് സീലിംഗ് ഉൾപ്പെടെയുള്ള മേൽക്കൂരയുടെ നവീകരണവും പെയിന്റിംഗും പൂർത്തിയായി. പൈതൃക കെട്ടിട സംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊതുമരാമത്ത് വകുപ്പിന്റെ കെട്ടിട വിഭാഗത്തിന്റെ മേൽനോട്ടത്തിലായിരുന്നു നവീകരണം. 2.9 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ടൗൺ ഹാൾ കൊച്ചി മഹാരാജാവ് 1938 പണി കഴിപ്പിച്ചതാണ്. ദിവാൻ ഷൺമുഖം ചെട്ടിയാണ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. ഏറെക്കാലം മ്യൂസിയമായി പ്രവർത്തിച്ചതിനു ശേഷം പിന്നീട് കെട്ടിടം ടൗൺ ഹാളാക്കി മാറ്റി. പബ്ലിക് ലൈബ്രറി ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന്റെ കൈവശമുള്ള 2 ടൗൺ ഹാളുകളിൽ ഒന്നാണ് തൃശൂരിലേത്. തൃശൂരിന്റെ സാമൂഹിക ജീവിതത്തിൽ വലിയ സ്ഥാനമുള്ള ടൗൺ ഹാൾ പഴയ പ്രൗഢിയിൽ തലയെടുപ്പോടെ ഇനി പുതിയ സാംസ്കാരിക സമുച്ചയമാകും. നവീകരിച്ച തൃശൂർ ടൗൺ ഹാളിന്റെ ഉദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് ആണ് നിർവഹിച്ചത്. P. ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. TN പ്രതാപൻ MP, മേയർ MK വർഗീസ്, സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദൻ എന്നിവർ പങ്കെടുത്തു.